Hello guys, so another Saturday, another vlog. ഞാൻ റെഗുലറായിട്ട് സാറ്റർഡേയ്സ് ഞാൻ വ്ളോഗ് എടുക്കാൻ നോക്കും. മോസ്റ്റ്ലി ഞാൻ ഇവിടെയുള്ള സമയത്ത് I'll try to find time and then I'll come with a vlog. So ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്ട്രീറ്റ് മാർക്കറ്റിലോട്ടാണ്. ഇതിൻ്റെ പേരാണ് ആൽബർട്ട് കൂപ്പ് മാർക്കറ്റ്. ഓക്കെ, ആംസ്റ്റർഡാമിൽ ഏകദേശം 100 വർഷം പഴക്കമുള്ള ഒരു മാർക്കറ്റാണിത്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു റെഗുലർ റിച്വൽ ഓൺ സാറ്റർഡേ ഇസ് ടു കം ഹിയർ, buy some fish, fruits, vegetables, eat something and go back. അപ്പോൾ നമുക്കിന്ന് ആൽബർട്ട് കൂപ്പ് മാർക്കറ്റ് കൂടെ നടന്നിട്ട് ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട്സ് ഇൻ ദ ആൽബർട്ട് കൂപ്പ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 300 വെൻഡേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് 300 വെൻഡേഴ്സ് ഉണ്ട് ഇവിടെ. ഈ ചെറിയ ചെറിയ ഷോപ്സിലായിട്ട് കുറേ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഐ വുഡ് സേ വിസിറ്റ് ടു ആംസ്റ്റർഡാം ഇസ് ഇൻകംപ്ലീറ്റ് ഇഫ് യു ഡോണ്ട് വിസിറ്റ് ദിസ് പ്ലേസ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദേ ഓൾസോ get a feeling of how a street market looks like. What like അവർക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോൾ I would ask them to buy things from here rather than buying costly things from elsewhere. ഈ കാണുന്ന കേട്ടോ ഡച്ച് ഹെറിങ്. ഈ ഹെറിങ് വന്നിട്ട് ഭയങ്കര ഒരു ട്രഡീഷണൽ ഫിഷാണ് ഇവിടെ. ഇത് പച്ചയ്ക്ക് ഇവിടുത്തെ ആൾക്കാരും എല്ലാവരും കഴിക്കുന്നതാണ്. ഈ സ്ട്രീറ്റ്സിൽ കിട്ടാത്ത സാധനങ്ങളില്ല കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വന്നപ്പോൾ എല്ലാം ഭയങ്കര പോപ്പുലർ ഷോപ്സ് എന്നൊക്കെ മേടിക്കുക. ഞാൻ പിന്നെ ഈ സ്ട്രീറ്റിലോട്ട് വന്ന ശേഷം എല്ലാ കാര്യങ്ങളും ഭയങ്കര ചീപ്പായി കിട്ടും. എന്ന് വെച്ചാൽ ഒരു 10 യൂറോ പുറത്തുനിന്ന് മേടിക്കുന്ന സാധനം ചിലപ്പോൾ ഇവിടെ 2 യൂറോന് കിട്ടും. അപ്പോൾ ഞാൻ ഇതെൻ്റെ ഒരു പെർമനൻറ്റ് പ്ലേസ് ആക്കി ഞാൻ എല്ലാ വീക്കെൻഡും വന്ന് എനിക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് മേടിച്ചിട്ടേ പോകാറുള്ളൂ. ഇതുകൊണ്ട് ബാമുണ്ടോ, ടൈഗർ ബാം കേട്ടോ. അങ്ങനെ ഇന്ത്യൻ റിലേറ്റഡ് കുറേ പ്രൊഡക്ട്സ് കിട്ടും. ചന്ദനത്തിരി, പിന്നെ ഇന്ത്യയിൽ ഉള്ള സോപ്പുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടും. ദേ കണ്ടോ, ബുദ്ധനെ കണ്ടോ. അപ്പോൾ അതിനെ ഭയങ്കര ഇത് മേടിക്കാൻ വേണ്ടി മാത്രമല്ല അവിടെ വരുന്നത്. ഒരു രാവിലെ ഒരു സാറ്റർഡേ മോർണിംഗ് എനിക്കിവിടെ വന്നില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. കാരണം ഇവിടെ വന്ന് ഈ ഷോപ്പിംഗ് കഴിഞ്ഞാൽ നേരെ ശരവണവൻ പോയിട്ട് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ എൻ്റെ ഒരു സാറ്റർഡേ കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മൾ മീൻ മേടിക്കാൻ പോകും കേട്ടോ. മീൻ മാർക്കറ്റ് ഇവിടുത്തെ ഭയങ്കര വലിയ മീൻ മാർക്കറ്റാണ്. ഇവിടെ കിട്ടാത്ത മീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് മീൻ എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. ഞാൻ മെയിനായിട്ട് മേടിക്കാൻ പോകുന്നത് മത്തിയും പിന്നെ ടൂണയാണ്. Because this fish is very much local in India. So I have a blog, so I thought I would just show this fish because it's not. This one is from Portugal. This one is from Portugal, but this is very popular in southern part of India, right? So it's like a daily. It goes into the daily meals. So it's like different. Yeah. It still tastes the same. Yeah, it tastes the same. It tastes the same. We don't find much difference. Yeah. Dorado ആണ്. പിന്നെ എന്തൊക്കെ മീനൊന്നും കരിമീനാണോ? അല്ല വിത്തൗട്ട് ഹെഡ്. യെസ്. തിലേപ്പിയ ആണോ? You like tilapia, right? This is one fish. Yeah, this is Indian fish. Yeah. For now this is fine. Okay. ഭയങ്കര ചൂടായതുകൊണ്ടേ ഇവിടെ ഫാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ. ഐ ക്യാൻ ടേക്ക് വീഡിയോ. ഓക്കെ, ഇവിടെ എല്ലാ തരത്തിലുള്ള മീനും കിട്ടുന്നുണ്ടോ. ഇവിടെ യു ക്യാൻ സീ ഇതാ നമ്മുടെ ചെമ്മീൻ, സാൽമൺ. കാണുന്നത് കേട്ടോ സ്ട്രൂപ്പ് വാഫിൾസ്. സ്ട്രൂപ്പ് വാഫിൾസ് എന്ന് പറയുന്നത് ഒരു ഡച്ച് കുക്കിയാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, ആംസ്റ്റർഡാമിൽ വന്നു കഴിഞ്ഞാൽ ദേ വുഡ് നോട്ട് ഗോ വിത്തൗട്ട് ബൈയിങ് സ്ട്രൂപ്പ് വാഫിൾസ്. ഈ സ്ട്രൂപ്പ് വാഫിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ 2 വാഫിൾസിൻ്റെ ഇടയിൽ കാരമൽ സിറപ്പ് ഇട്ടിട്ട് ദെൻ ദേ മേക്ക് എ കുക്കി ഔട്ട് ഓഫ് ഇറ്റ്. ദേ വിൽ ബേക്ക് ഇറ്റ് ആൻഡ് മേക്ക് എ കുക്കി ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു എനിക്ക് കാണിച്ചു തരുത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന്. ആൻഡ് ദെൻ ഹി വാസ് കൈൻഡ് എനഫ് ടു ഷോ മീ ദാറ്റ്. അപ്പോൾ നമുക്കത് കണ്ടു നോക്കാം what exactly it is. This is inside my father's original recipe. This one I put it here inside
Oh, sorry, it's here. Here? And then, yeah. It was wrong. We bake it on two sides. Yeah. After it, we have here a thin knife. Yeah. We slice it exactly in two parts. Yeah. And on one part, the syrup comes between. Ah, okay. Here's the syrup. Yeah. You can see here, sir. This is your waffle. Okay. See, it's very thin. You see how thin it is. We slice it Into two, right? in two parts. Yeah. That's one, Yeah. and that's two. You see how thin it is. Yeah. Here on this side, sir, the syrup comes between. Ah. Perfect. Yeah, it's perfect. You're right. And how long you have been working? I mean, this is your company, right? This is my father's original recipe, Rudy's original. You can see on the flag since 1978. Okay, This is the papa here. He's Ah. here. So be careful. It's very, very hot. Yeah. It's बहुत अच्छा लगा. Thank you so बहुत much. गरम. Keep it flat on hand. Yeah. അപ്പോൾ ഇന്ന് ഭയങ്കര ചൂടാട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 25 to 30 degrees Celsius ആണ്. ഇവിടുത്തെ ചൂട് ഭയങ്കര ഹ്യൂമിഡ് ആണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ളൊരു പാർക്ക് പോയിട്ട് ചില്ല് ചെയ്യാമെന്ന്. അങ്ങനെ ഒരു പാർക്ക് കയറി അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചുപോയി. Until we meet next time. See you. Bye.